വിശ്വാസികളെ മാത്രമാണ് ഇതിനകത്ത് ഒന്നിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എല്ലാ സഭാവിശ്വാസികളിലും തമ്മിലുള്ള തർക്കങ്ങളും വിശ്വാസപരമായ വ്യതിയാനങ്ങളും എല്ലാം മാറ്റിവെപ്പിച്ചുകൊണ്ട് പൊതുവിഷയത്തിന് വേണ്ടി അവരെ ഒന്നിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിപ്പോ ഓരോ ദിവസം ചെല്ലുന്തോറും അത് പതിയെ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗ്രാഫ് മേലോട്ട് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സഭയുമായിട്ട് ഓരോ സഭകളുമായിട്ടും കത്തോലിക്ക സഭയുമായിട്ടും അല്ലെങ്കിൽ മറ്റേത് സഭകളുമായിട്ടും നേരിട്ടൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് സഭയ്ക്ക് പുറത്തായതുകൊണ്ട് വിശ്വാസികളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏകദേശം വിജയകരമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ. പിന്നെ ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു താല്പര്യമില്ലായ്മ വരുന്നത് എന്തെന്ന് ചോദിച്ചാല് നമുക്ക് അനുഭവങ്ങളില്ല. അതാണ് പ്രശ്നം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാര്യം ഇപ്പോ സൈനികരെ നമുക്ക് ഇവിടെ കേരളത്തിൽ സൈനികരെ നമുക്ക് വലിയ ബഹുമാനമൊന്നുമില്ല. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു പട്ടാളക്കാരനെയൊക്കെ നമ്മൾ ഒരു കോമഡി കഥാപാത്രങ്ങളായിട്ട് നമ്മൾ കാണുന്നു. സിനിമയിലും കഥകളിലും നാടകങ്ങളിലും കോമഡി പരിപാടികളിലും ഒക്കെ പട്ടാളക്കാരെ ഒരു കോമഡി ഒരു ബെഡായി പറയുന്ന ഒരു ആളുകളായിട്ട്, പട്ടാളക്കാരന്റെ ഭാര്യമാരാണെങ്കിൽ പരപുരുഷനെ തേടുന്ന സ്ത്രീകൾ, ഇങ്ങനെ കുറെ പുരുഷോത്തമ പിള്ളമാരെയും ഭഗീരഥം പിള്ളമാരെയൊക്കെയാണ് സിനിമകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് സൈന്യത്തിന്റെ വില എന്തെന്നും അറിയത്തില്ല. നോർത്തിലല്ലേ, തീർച്ചയായിട്ടും നോർത്തിലുള്ളവർക്കും ഉത്തരേന്ത്യയിലുള്ളവർക്കും നോർത്ത് ഈസ്റ്റിലുള്ളവർക്കും സൈന്യത്തെ ബഹുമാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ യുദ്ധങ്ങളെ നേരിട്ടിട്ടുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളെ നേരിട്ടിട്ടുണ്ട്, കലാപങ്ങളെ നേരിട്ടിട്ടുണ്ട്, ചാവേർ ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്, ബോംബ് സ്ഫോടനങ്ങളെ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ സൈന്യത്തിന്റെ പ്രവർത്തനം എന്താണെന്നും സൈന്യത്തിന്റെ വില എന്താണെന്നും അറിയാം. അതുകൊണ്ട് സൈനികരെ അവർക്ക് ബഹുമാനമാണ്, നമുക്കിവിടെ പരിഹാസമാണ്. കാര്യം നമ്മൾ ഇവിടെ ഒന്നിനെ നേരിട്ടിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ക്രൈസ്തവ സമൂഹം ശ്രീലങ്കയിൽ ഉണ്ടായപ്പോഴും ഇപ്പോൾ നൈജീരിയയിൽ ഉണ്ടാവുമ്പോഴും ഇപ്പോൾ പെഹൽഗാമിൽ നടന്നപ്പോഴും എല്ലാം നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, എനിക്കല്ലല്ലോ സംഭവിച്ചത്, ഇവിടെ അല്ലല്ലോ സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷെ ഇവരറിയുന്നില്ല, ഇവിടെ വളരെ പുകയുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ പുറത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇവരറിയുന്നില്ല. നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതും എല്ലാം സേഫ് ആണ് എന്ന്. ഒരിക്കലുമല്ല. നമ്മളൊരു പുകയുന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ നിൽക്കുന്ന ആ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുവായ വിഷയങ്ങൾ എങ്കിലും സഭാപരമായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഒരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു മാറ്റം വരുത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ സമുദായം ഇവിടെ സിറിയയിലും ലെബനനിലും ഇറാഖിലുമൊക്കെ സംഭവിച്ചതുപോലെ ഇത് തകർന്നടിക്കും.